കാസർകോട്ടെ BJP സ്ഥാനാർത്ഥി ML അശ്വിനിയുടെ പരാതിയിൽ എനിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം. ഇതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യാം. റിയാസ് മൗലവി കൊല ചെയ്യപ്പെട്ടതാണ്. റിയാസ് മൗലവിയെ കൊന്നത് സംഘപരിവാർ ക്രിമിനലുകളാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടത് പള്ളിക്കകത്ത് വെച്ചാണ്. അദ്ദേഹത്തെ കൊന്ന ക്രിമിനലുകളുടെ കേസ് നോക്കിയത് സംഘപരിവാരാണ്. ഈ പറഞ്ഞ 4 പോയിന്റിൽ ഏതെങ്കിലും ഒന്ന് തെറ്റെന്ന് കാസർകോട്ടെ BJP സ്ഥാനാർത്ഥി അശ്വിനി തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് എന്തും കേൾക്കാൻ ഞാൻ തയ്യാറാണ്. ആരെയാ പേടിപ്പിക്കുന്നത്? കേസ് കാണിച്ച് ആരെയാ പേടിപ്പിക്കുന്നത്? നിങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ കേസുകൾ കണ്ടവല്ലോ. എന്റെ തലയിൽ ഒരുപാട് കേസുകൾ കെട്ടിവെച്ച് തന്നിട്ടില്ലേ? എന്റെ ഏറ്റവും നല്ല പ്രായത്തിൽ കോടതിയുടെ വരാന്ത കയറി ഇറക്കിയത് നിങ്ങളല്ലേ? ആ കേസുകളിൽ പലതിലും എന്നെ വെറുതെ വിട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ഇത്തരം ഭീഷണിയൊക്കെ നിങ്ങൾ അങ്ങ് മടക്കി അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. പോലീസ് അറസ്റ്റ് ചെയ്താൽ ജയിലിൽ പോയി കിടക്കും. നിലപാടാണ് വലുത്. നിലപാടിൽ നിന്ന് ഒരിഞ്ച് പിറകോട്ട് പോകുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. അങ്ങനെ അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞേക്കാമെന്ന് നിങ്ങൾ ആരും അങ്ങ് വിചാരിക്കണ്ട. BJPയുടെ മറവിൽ മറ്റാരുടെയെങ്കിലും ഉദ്ദേശം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അവരോടും പറയാണ്, എന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഒരിഞ്ച് പിറകോട്ട് പോകുമെന്ന് ഒരുത്തനും വിചാരിക്കണ്ട. അങ്ങനെ ഭയപ്പെടില്ല. അത് മാത്രവുമല്ല, എന്റെ ഫേസ്ബുക്കിലെ വീഡിയോ അടക്കം റിമൂവ് ചെയ്യിപ്പിക്കുക. റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ നിയമത്തിന് തെറ്റായിട്ട് വരുന്ന ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഇത് പോലീസിന്റെ FIR-ൽ പറഞ്ഞിട്ടുള്ള, പോലീസിന്റെ കോടതിയിൽ കൊടുത്തിട്ടുള്ള ചാർജ് ഷീറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനപ്പുറം വേറൊന്നും പറഞ്ഞിട്ടില്ല. പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനപ്പുറം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഭീഷണിപ്പെടുത്തിയേക്കാം എന്ന തോന്നലുണ്ടെങ്കിൽ അതങ്ങ് മടക്കി വെച്ചോ. ഞാൻ എന്തുകൊണ്ടാണ് കലക്ടർ മോയിൻ ഹാജിക്ക് വോട്ട് കൊടുക്കും, വോട്ട് രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞതിന്റെ ഒറ്റ കാരണം ഈ BJPയുടെ അസഹിഷ്ണുതയെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. റിസ്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ടാണ്, അല്ലാതെ മറ്റുള്ള പാർട്ടിയോട് വിരോധമുള്ളത് കൊണ്ടല്ല. റിസ്ക് പറ്റില്ല. റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഇവർ വീണ്ടും ഇതുപോലെ ഇവർക്കെതിരെ സംസാരിക്കുന്ന ആളുകൾക്കെതിരെ പരാതി കൊടുത്ത് കള്ളക്കേസുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഒരിഞ്ച് പിറകോട്ട് പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എനിക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഭയമില്ല.